അസ്സലാമലൈക്കും. ഇന്ന് വഴുതന ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നല്ല അടിപൊളിയായിരിക്കും. ശരിക്ക് മീനൊക്കെ ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവും. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഈ രീതിയിൽ മുറിച്ചെടുക്കണം നമ്മൾ. അതായത് ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തടിയിൽ ആവാനും പാടില്ല. അപ്പം അത് ആ ഒരു രീതിയിൽ, ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കുക, കുറച്ച് എണ്ണത്തിൽ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതൊക്കെ വാഷ് ചെയ്ത ശേഷമാണ് ഇത് മുറിച്ചത്. കാണിച്ചിടാം. 2 കളറും ഉണ്ട്, പച്ചയുണ്ട്, വയലറ്റും ഉണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടുക. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ ഇടുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ളത്, അതായത് ടേസ്റ്റിന് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലൊക്കെ നന്നായി പിടിക്കണ പോലെ, ശരിക്കും നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ എടുക്കുക. ഒരുപാട് ഇങ്ങനെ നൈസായി മുറിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാണ് ഇട്ടത്. ഒരുപാട് നൈസായി മുറിച്ച് കഴിഞ്ഞാൽ എന്താ പറയട്ടെ, വേവുമ്പോൾ അതങ്ങനെ വിട്ട് വരും, വിണ്ട് നിൽക്കും. പിന്നെ ഇതിനകത്ത് കുറച്ച് കട്ടിയിൽ തന്നെ മുറിക്കണം. അപ്പോൾ നമുക്കത് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ തേച്ച് ഇനി നമുക്ക് ദോശച്ചട്ടിയിലത് നിരത്തി വെക്കാം. ഫ്രൈ ചെയ്തെടുക്കുക, ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയത് എല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെന്താണ്, ഒക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫാമിലി ഗ്രൂപ്പിലാണ്, ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമൊക്കെ ഷെയർ ചെയ്ത്, അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് അറിയാത്തവർക്കൊക്കെ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ കാര്യമായിട്ട് അറിയില്ല പറഞ്ഞാൽ ശരിക്കും അവർക്ക് മുളക് പൊടിയാ, കുട്ടികൾ, ചെറിയ കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ചെറിയ പെൺകുട്ടികൾ, പുതിയതായി കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികൾ, അവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കണവർക്കോ ഒക്കെ നല്ലൊരു ഇതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരിതാണ്. നമുക്ക് ഇത് മതി, കുറച്ച് ചോറും തൈരും ഇതും കൂട്ടിയിട്ട് നന്നായി ഭക്ഷണം പോകും. ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് കഴിക്കും. ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുത്തതാണ്. അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഒക്കെ പൗഡർ ചേർത്തതാണ്. അസ്സലാമു അലൈക്കും.